ആപ്കി അദാലത്തിൽ ഡോക്ടർ ഫറൂഖ് അബ്ദുള്ളയുടെ മേലുള്ള കുറ്റാരോപണം രാഷ്ട്രീയത്തിൽ ഇദ്ദേഹത്തിന്റെ പേര് നോൺ സീരിയസ് ആണ് എന്നുള്ളതാണ്. ഞാൻ റിസർച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ കാര്യം മനസ്സിലായി. കുട്ടിക്കാലം മുതലേ താങ്കൾ ഒരു കുസൃതിക്കാരനാണ്. 10ാമത്തെ വയസ്സുള്ളപ്പോൾ സിഗരറ്റ് വലിക്കുന്നത് കണ്ട് അച്ഛൻ താങ്കളെ അടിച്ചെന്ന് കേട്ടു. അത് സത്യമാണ്? എൻ്റെ വീട്ടില് ഏറ്റവും അധികം അടി വാങ്ങുന്നത് ഞാനാ. ഒരു പ്രാവശ്യം ഞാൻ സിഗരറ്റ് വലിക്കുമ്പോൾ അദ്ദേഹം കണ്ടു. ചെറുപ്പത്തിൽ എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഞാൻ സിഗരറ്റ് വലിച്ച വലിയ ആളായി എന്നാണ്. അദ്ദേഹം അത് കണ്ടപ്പോൾ എന്നെ എങ്ങനെ അടിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ പിന്നെ സിഗരറ്റ് തൊട്ടിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ മറ്റൊരു തെറ്റും ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ പടികളിറങ്ങുമ്പോൾ നടുവിലൊരു ജോലിക്കാരൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അയാളെ വിഡ്ഢിന്ന് വിളിച്ചു. എൻ്റെ പിതാവ് അത് കണ്ടു. പിന്നെ എൻ്റെ കൈ തട്ടി അദ്ദേഹത്തിൻ്റെ തൊപ്പിയും താഴെ വീണു. 30 രൂപ ശമ്പളം മേടിക്കുന്ന ആൾ. എൻ്റെ പിതാവാണെങ്കിൽ പ്രൈം മിനിസ്റ്ററും. അദ്ദേഹം ഒരു വടിയെടുത്ത് അതിനു മുമ്പ് എൻ്റെ അമ്മയെ ഒരു മുറിയിലിട്ടടച്ചു. കാരണം ഒരു അമ്മയുടെ മനസ്സെന്ന് പറയുന്നത് മൃദുലമാണ്. എത്ര അടിച്ചുവെന്ന് ചോദിച്ചാൽ എനിക്കത് പറയാൻ പറ്റില്ല. അദ്ദേഹം പിന്നെ എന്നെ അടിച്ചടിച്ച് ഏകദേശം ഒരു 50 അടി ദൂരത്തേക്ക് കൊണ്ടുപോയി. എൻ്റെ മൂക്കിന്ന് ബ്ലഡ് വന്നുകൊണ്ടിരുന്നു. അദ്ദേഹം എന്നെ നന്നായിട്ട് അടിച്ചു. പിന്നെ അവിടുന്ന് എന്നെ വലിച്ചുകൊണ്ടുപോയി ആ ജോലിക്കാരൻ്റെ കാലിൽ എന്നെ വീഴ്ത്തി ഈ തൊപ്പിയെടുത്ത് അദ്ദേഹത്തിൻ്റെ തലയിൽ വെക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കാൻ പറഞ്ഞു. ഇദ്ദേഹം നിന്റെ ജോലിക്കാരനാണ്, പക്ഷെ അദ്ദേഹത്തെ ചീത്ത പറയാൻ നിനക്ക് അവകാശമില്ലെന്ന് പറഞ്ഞു. ഞാൻ അന്നു മുതൽ ഇന്ന് വരെ മനുഷ്യരിൽ വ്യത്യാസം കണ്ടിട്ടില്ല. പിന്നെ ആ പാഠം എന്നെ പഠിപ്പിച്ചതെന്ന് ഞാൻ അള്ളാഹുവിനോട് നന്ദി പറയുന്നു. പിന്നെ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പറയണമെങ്കിൽ എൻ്റെ ശത്രുക്കൾ ഇന്നും പ്രൊപ്പഗാൻഡ ചെയ്യുന്നുണ്ട്. ഫാറൂഖ് അബ്ദുള്ള നോൺ സീരിയസ്. ഫാറൂഖ് അബ്ദുള്ള സബന ആഷ്മിയെ വിളിച്ചുകൊണ്ട് മോട്ടോർ സൈക്കിളിൽ കറങ്ങുന്നു. ഇത് നിങ്ങളും കേട്ട് കാണും. അദ്ദേഹം ആ ആക്ട്രസിനെ കല്യാണം കഴിച്ചു, അത് ചെയ്തിരിക്കുന്നു, ഇത് ചെയ്തിരിക്കുന്നു. ഒരുപാട് ആളുകൾ അവരെ കൊണ്ട് കഴിയും വിധം ആ രേഖ അവരെ കൊണ്ട് എത്രമാത്രം കുറ്റം പറയാൻ പറ്റുമോ അത്രമാത്രം. ഞാൻ അവരോട് പറഞ്ഞത്, ഒരു റോസാപ്പൂ ഒരു മനുഷ്യൻ മണത്ത് നോക്കിയാൽ അത് പറിച്ചെടുക്കണമെന്ന് ആവശ്യമില്ല. അത് ചെയ്യാതെ തന്നെ നമുക്കതിനെ ആസ്വദിക്കാം. പക്ഷെ എന്റെ ശത്രുക്കൾ എത്ര പേരുണ്ടോ അവർക്ക് വേറെ വഴി അറിയില്ലായിരുന്നു. അതുകൊണ്ട് എത്ര കുറ്റം പറയാൻ പറ്റുമോ അവരിപ്പോഴും അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നെ കുഴിച്ചിടുന്നതുവരെ അവരത് പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ ഞാൻ മരിക്കുന്ന ദിവസം അവരെന്നെ ഒരുപാട് ആശംസിക്കും. അപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, ദേ നോക്കൂ, നിങ്ങൾക്ക് എനിക്ക് ഭാരതരത്ന പോലെ എന്തെങ്കിലും തരാൻ ഉദ്ദേശമുണ്ടെങ്കിൽ മരിക്കുന്നതിന് മുൻപ് തരൂ. മരിച്ചു കഴിഞ്ഞാൽ വെറും പൂമാല മാത്രം കൊണ്ടുവന്നിടൂ. കാരണം നിങ്ങൾക്കറിയില്ലല്ലോ അവരാ മാല ഇട്ടോ ഇല്ലയോ എന്ന്. നമ്മുടെ നാട്ടിൽ മരിച്ചതിന് ശേഷമേ എന്തെങ്കിലും നൽകൂ. മരിച്ചതിന് ശേഷമേ വന്ന് അഭിനന്ദിക്കൂ. ജീവനോടുള്ളപ്പോൾ അവരെ അത് ചെയ്തു, ഇത് ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയും. നിങ്ങൾ നോക്കിക്കോളൂ രജത്, നിങ്ങൾ ജീവനോടെ ഉണ്ടാകും. ഞാൻ കിഴവനായതുകൊണ്ട് നേരത്തെ പോയേക്കാം. നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കൂ, ഞാൻ മരിച്ചതിന് ശേഷം അഭിനന്ദനങ്ങളും പൂമാലകളും വന്ന് വീഴും. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കൂ ആരെന്നെ അപമാനിച്ചു. അവർ എല്ലായിടത്തും വന്ന് എന്നെ അഭിനന്ദിച്ചു. ഇതുപോലെ മറ്റൊരു ഉദാഹരണം താങ്കളോട് പറയാം. ഈ പേപ്പറിൽ എന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ, ഡോക്ടർ ഫറൂഖ് അബ്ദുള്ളയുടെ ലിസ്റ്റിൽ ഈ പേരും ഉണ്ടെന്നാണ് പറയുന്നത്. മല്ലിക ഷെരാവത്ത് എന്നാണ് അവരുടെ പേര്. കൊള്ളാം. ഈ ഫാറൂഖ് എത്ര ഭാഗ്യവാനാണെന്ന് നോക്കൂ. ഇങ്ങനെ പ്രശസ്തരായവർ അവരുടെ പുസ്തകങ്ങളിൽ ഫാറൂഖിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നു. ഈ പേപ്പറിൽ എന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ, ഫറൂഖ് അബ്ദുള്ള അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മല്ലിക ഷെറാവത്തിനോട് പറഞ്ഞു. പിന്നെ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വേറെ ഒന്നും വിചാരിക്കേണ്ട, മല്ലികയുടെ ഫാനാണ് അദ്ദേഹം. അതുകൊണ്ട് മല്ലിക ഷെറാവത്തിനെ ഡിന്നറിന് അദ്ദേഹം ഇൻവൈറ്റ് ചെയ്തതാണ്. ഹസൂർ, ये न थी मेरी किस्मत कि विसाल यार होता, अगर और जिंदा रहते तो यही इंतजार रहता. മറ്റൊരു കാര്യം കൂടെ കേട്ടിരുന്നു, ഈ പ്രായത്തിലും താങ്കളുടെ സ്റ്റൈൽ ഇതാണെന്ന്. ഒരുപക്ഷെ അടുത്തെവിടെയെങ്കിലും ഡിസ്കോ നടക്കുകയാണെങ്കിൽ അവിടെ പോയി ആദ്യം കളിക്കുന്ന വ്യക്തി താങ്കളാണെന്നാണ് പറയുന്നത്. അവിടെ നിങ്ങളുടെ ക്യാമറ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പോയാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി അറിഞ്ഞു, 72ാമത്തെ വയസ്സിൽ താങ്കൾക്ക് പെട്ടെന്ന് ഗിറ്റാർ വായിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. അതെ, ഗിറ്റാർ പല വർഷങ്ങളായിട്ടുണ്ട്. ഒരു 30-40 വർഷങ്ങളായിട്ടുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും എനിക്ക് അവസരം കിട്ടിയാൽ, പിന്നെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഒരുപാടുണ്ടാകും. ചില സമയത്ത് ഞാൻ ലോവായിരിക്കും. ആ സമയത്ത് ഞാൻ
ഗസൽ കേൾക്കും, അല്ലെങ്കിൽ ഗിറ്റാർ വായിച്ചുകൊണ്ട് റിലാക്സ് ആകും. ഇതിലെന്താ തെറ്റ്? എൻ്റെ മനസ്സിനെ ഗിറ്റാർ വായിച്ചുകൊണ്ട്, അതായത് ഞാൻ വീണ്ടും എങ്ങായാലും അതിലെന്താ തെറ്റ് പറയൂ? അതുകൊണ്ട് ആർക്കാണ് എന്ത് പ്രശ്നം പറയൂ? ഗിറ്റാർ വായിച്ചാൽ ആർക്കാണ് എന്താണ് പ്രശ്നം? അതിലെഴുതിയിരിക്കുന്നത് സെയ്ഫ് അലി ഖാൻ എങ്ങനെയാണോ കരീന കപൂറിന്റെ അടുത്ത് ഗിറ്റാർ വായിക്കുന്നത് അതുപോലെ താങ്കളുടെ ഇല്ല സാർ, നിങ്ങൾ ഒന്ന് നോക്കൂ. അതായത് അവിടെ ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ നിങ്ങൾ നോക്കൂ. അതായത് അദ്ദേഹം സാക്സഫോൺ വായിക്കും. ആര്? ബിൽ ക്ലിന്റൺ. അദ്ദേഹത്തെ എല്ലാവരും ആശംസിക്കും. ഒരു പക്ഷേ ഫാറൂഖ് അബ്ദുള്ള ഗിറ്റാർ വായിച്ചാൽ അദ്ദേഹത്തെ എല്ലാവരും ചീത്ത പറയും. ഞാൻ സിത്താർ വായിച്ചില്ല എന്ന് സന്തോഷപ്പെടൂ. ഒരു സത്യം പറയൂ, ഈ പ്രായത്തിലും താങ്കൾ വളരെ റൊമാൻറ്റിക് ആയിട്ടുണ്ടോ, അതോ താങ്കളുടെ പ്രായമാണോ താങ്കളുടെ റൊമാൻറ്റിക്? നോക്ക്, നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. വയസ്സിനും റൊമാൻസിനും ഒരു ബന്ധവുമില്ല. 100 വയസ്സായാലും റൊമാൻസ് ചെയ്യാൻ പറ്റും. വയസ്സിനും റൊമാൻസിനും എന്താ ബന്ധം? കണ്ണ് കാണുന്നില്ലെങ്കിൽ കണ്ണട വെച്ച് നോക്കാം. കണ്ണടയില്ലെങ്കിൽ ബൈനാക്കുലർ ഉപയോഗിച്ച് ഞാൻ നോക്കും. ഇതിലൊക്കെ എന്താ ഉള്ളത്? जिंदगी जिंदा दिली का नाम है, मुर्दा दिल क्या खाक जिया करते हैं.